നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നെവിൻ നെപ്പോളിയനാണ്. മാജിക് മഷ്റൂംസിൻ്റെ പാർട്ട് നമ്പർ 6 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഡെയിലി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ HSE ഓഫീസർ, സേഫ്റ്റി ഓഫീസറുടെ ദൈനംദിന ഡ്യൂട്ടികൾ. ഒരു ഇൻ്റർവ്യൂവിനായാലും ടെസ്റ്റിനായാലും 100% ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അവിടെ നമ്മുടെ സ്റ്റുഡൻസ് ധാരാളം പേര് പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അത് നമ്മൾ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് പരാജയം കൂടുതൽ എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു മറ്റൊരു പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വിഷയത്തിനെ സംബന്ധിച്ച് മാത്രമാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. അപ്പോൾ ഡെയിലി ഡ്യൂട്ടീസിൽ നമ്മൾ ഇപ്പോൾ ഒരു സേഫ്റ്റി ഓഫീസർ കോഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ പുള്ളി എടുത്ത വായിക്ക് പറയുന്നത് HSEMS, പോളിസി, പ്ലാൻ, ഓർഗനൈസിങ്, ഇതൊക്കെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. വലിയ വലിയ സാറന്മാരുണ്ടാകുക നോക്കാനായിട്ട്. കോർപ്പറേറ്റ് HSE മാനേജരും പ്രോജക്റ്റ് HSE മാനേജരും അതിൻ്റെ താഴെയുള്ള HSE എഞ്ചിനീയേഴ്സ്, സീനിയർ ലീഡ്സ്, അങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സേഫ്റ്റി ഓഫീസർ ആസ് ആൻ HSE പേഴ്സൺ, there is some duties and responsibilities for this person, and we can simply convert this to two areas. One is Dainandina duties, daily duties and responsibilities. Other one is periodical one. അത് ഇപ്പോൾ മാസത്തിലാകാം, അതല്ലെങ്കിൽ ആസ് പെർ ദി റിക്വയർമെന്റ്. ഓക്കെ, എന്തായാലും നമ്മുടെ ചാനലിന്റെ മാജിക് മഷ്റൂംസിന്റെ പാർട്ട് നമ്പർ 6 എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും വിട്ടുപോകരുത്. കാരണം ഏതെങ്കിലും ഒരു പാർട്ട് വിട്ടുപോയാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിട്ടുപോയ പാർട്ട് ഏതാണെന്നുള്ളത് കണ്ട് അത് കാണണം. അപ്പോൾ കൃത്യമായിട്ട് അത് സീക്വൻസ് മിസ്സാവാതെ കാണണം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ വിഷയം തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ദൈനംദിന ഡ്യൂട്ടികൾ പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തരംതിരിച്ച് പറയാൻ. നമുക്ക് സിമ്പിളായിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഇന്റർവ്യൂ ബോർഡിനോടാണെങ്കിൽ അതല്ല, നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ്, എന്തെങ്കിലും ടെസ്റ്റ്, റിട്ടേൺ ടെസ്റ്റോ, അതല്ല ഏതെങ്കിലും നമ്മുടെ അക്കാദമിക്കൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള അല്ലെങ്കിൽ അക്കാദമിക്കൽ ടെസ്റ്റുകൾക്കും ഈ ചോദ്യം വരാം. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ HSE ഓഫീസർ എന്ന് ചോദിച്ചാൽ we can divide these duties into two parts. One is day-to-day duties and responsibilities, and the other one is periodical duties and responsibilities. So day-to-day നമ്മൾ ഓർത്ത് വയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, കുലുക്കി കുത്തിനെല്ലാം കൂടെ പാട്ടയ്ക്കകത്ത് വാരിയിട്ടിട്ട് കുലുക്കി അമ്പലപ്പറമ്പിൽ കമത്തി കുത്തുന്നതൊക്കെ പറയുകയില്ല. നമ്മളിപ്പോൾ സിമ്പിളായിട്ടൊരു 15 പോയിന്റ് രാവിലെ തൊട്ട് നമ്മൾ സൈറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഒരു 15 പോയിന്റ് നമ്മൾ ജസ്റ്റ് മനസ്സിൽ ഓർത്തു വയ്ക്കുക. അതിൽ നിന്ന് നമ്മൾ സ്പീഡപ്പായിട്ട്, അതായത് ഡിലേ ഇല്ലാതെ നമ്മൾ 1 by 1 ആയിട്ട് സീക്വൻസ് ആയിട്ട് പറഞ്ഞു പോവുക. നമുക്ക് ഓർമ്മ വരുന്നത് പറഞ്ഞാൽ ഈ 15 എണ്ണം പഠിച്ചതിനകത്ത് 10 എണ്ണം അല്ലെങ്കിൽ 8 എണ്ണം ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ 8 എണ്ണം പറയാൻ സ്പീഡപ്പായിട്ട് പറയുക. അപ്പോൾ അത് കേട്ടിരിക്കുന്ന ബോർഡിന് അതിനകത്ത് പ്രൊജക്റ്റ് മാനേജർ കാണും. ഇപ്പോൾ കൊച്ചിയിൽ വന്നൊരു ഇന്റർവ്യൂ നടത്തുകയാണ്, പ്രോജക്റ്റ് മാനേജർ കാണും. അവരുടെ പുതിയ പ്രോജക്റ്റിന്റെ റിക്വയർമെന്റ് ആയിട്ടായിരിക്കും ഇത്രയും സേഫ്റ്റിക്കാരെ വേണമെന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ പ്രോജക്റ്റ് മാനേജർ കാണും, HSE മാനേജർ അല്ലെങ്കിൽ HSE മാനേജറിന്റെ കൺസേൺഡ് ആയിട്ടുള്ള വ്യക്തി കാണും, HSE ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, HR ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊരു വ്യക്തിയാണ്, അക്കൗണ്ട്സിലുള്ള വേറൊരു വ്യക്തി, അതും പുള്ളി വേറെ റൂമിലായിരിക്കും. ഓക്കെ, എനിഹൗ. അപ്പോൾ നമ്മൾ പറയാനുള്ള ഇതാണ് ദൈനംദിന ഡ്യൂട്ടികളിൽ ആദ്യം ചെയ്യുന്ന കമ്മ്യൂട്ടേഷന്റെ ഡ്യൂട്ടിയാണ്. ഡെയിലി കമ്മ്യൂട്ടേഷൻ. രാവിലെ മോർണിംഗ് ടൈം നമ്മൾ അക്കോമഡേഷൻ സൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ കമ്മ്യൂട്ടേഷൻ കൺട്രോൾ ചെയ്യണം. അത് കമ്മ്യൂട്ടിംഗ് കൺട്രോൾ എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ ഒരു 5 ബസ് അല്ലെങ്കിൽ 50 ബസ് ഉണ്ടെന്ന് വെച്ചു. ഇപ്പോൾ CCC കമ്പനിക്കൊക്കെ 50 ബസ്സൊക്കെയാണ് ഒരു പ്രോജക്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ തിക്കും തിരക്കും ഉണ്ടാക്കാതെ മെസ്സിൽ നിന്ന് ഇറങ്ങി റെഡിയായി നിൽക്കുന്ന നമ്മുടെ വർക്ക് ഫോഴ്സ് ഓരോ ബസ്സിലേക്കും അസൈൻ ചെയ്തിട്ടുള്ള അനുസരിച്ച് 40 പേരെങ്കിൽ 40 പേര്, 45 45
അതിനൊരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഓരോ ബസ്സിന്റെയും ഡ്രൈവറെ അത് ഏൽപ്പിക്കുക. അതല്ലെങ്കിൽ പിന്നെ ഓരോ ക്രൂവിന്റെയും കൂടെയുള്ള ഹെൽപ്പേഴ്സ് ഉണ്ട്, അതായത് സൂപ്പർവൈസർമാർക്ക്. അപ്പോൾ ആ ഹെൽപ്പേഴ്സിനെ ഏൽപ്പിക്കുക. അതിനനുസരിച്ച് ക്യൂ ആയിട്ട് നിന്ന് ബസ്സിൽ കയറുക. എംബസിങ് ആൻഡ് ഡി ബസ്സിങ് എന്ന് പറയും. ഈ എംബസിങ് ഇവിടെയും ബസ്സിൽ കയറുന്നതും ഡി ബസ്സിങ് അവിടെ സൈറ്റിൽ ചെന്നിട്ട് ഇറങ്ങി അവിടെ അവരവിടെ വെയിറ്റ് ചെയ്യണം. നമ്മളും അതിനോടൊപ്പം അവിടെ വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് സൂപ്പർവൈസറും പെർമിറ്റ് റിസീവറും കൂടെ പെർമിറ്റ് സൈൻ ചെയ്ത് മേടിക്കാൻ പോയിരിക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് ഓർമ്മ വേണം കമ്മ്യൂട്ടിംഗ് കൺട്രോൾ, ഡെയിലി കമ്മ്യൂട്ടിംഗ് കൺട്രോൾ. അപ്പോൾ അത് കഴിഞ്ഞു രണ്ടാമത്തേതിലേക്ക് വന്നു. സൂപ്പർവൈസർ വന്നു, ഫോർമാനും മറ്റ് വർക്ക് ഫോഴ്സും അവിടെ ഉണ്ട്. അവരുടെ ഒരു ക്രൂ ആയിരിക്കും, ചിലപ്പോൾ 2 ക്രൂ ആണ്, അടുത്തടുത്താണ്. അപ്പോൾ ഈ വർക്കിനെ സംബന്ധിച്ച് ആ വർക്ക് ഒരു വർക്കെങ്കിൽ ഒരു വർക്ക്, 2 വർക്കെങ്കിൽ 2 വർക്ക്, അതിനുള്ള പെർമിറ്റ് ചെക്ക് ചെയ്യണം. ഇൻസ്പെക്ഷൻ ഓഫ് പ്രോപ്പർ പെർമിറ്റ്, അത് സൈൻ ചെയ്ത് കിട്ടിയത് പെർമിറ്റ് അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് സൈൻ ചെയ്ത് കിട്ടിയാൽ മാത്രമേ പെർമിറ്റ് ആകുന്നുള്ളൂ, ലീഗൽ ഡോക്യുമെന്റ് ആകുന്നുള്ളൂ. അപ്പോൾ പെർമിറ്റ് ഉണ്ടോ എന്ന് നോക്കണം. പെർമിറ്റിനൊപ്പം വരുന്ന അസോസിയേറ്റഡ് സർട്ടിഫിക്കറ്റ്സ്, ഇപ്പോൾ കോൾഡ് വർക്കോ ഹോട്ട് വർക്കോ റേഡിയോഗ്രാഫി പെർമിറ്റിന്റെ കൂടെ ഉയരത്തിലാണെങ്കിൽ വർക്കർ ഹൈറ്റ് സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സർട്ടിഫിക്കറ്റ്, ഐസൊലേഷൻ സർട്ടിഫിക്കറ്റ്, ഡീപ്പ് എക്സ്കവേഷൻ സർട്ടിഫിക്കറ്റ്, ലിഫ്റ്റിംഗ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ പലതും ഉണ്ട്. ഇതിന്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള വർക്ക്, അപ്പോൾ അതിന് അസോസിയേറ്റഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയാം, അത് ചെക്ക് ചെയ്യണം. പിന്നീട് മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് എന്നും പറഞ്ഞ് ഒരു വർക്ക് ചെയ്യുന്നതിന് പല മെത്തേഡുണ്ട്. പക്ഷേ ക്ലയന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡിൽ ആ വർക്ക് ചെയ്യാൻ പാടും. കാര്യം അത് ഏറ്റവും റിസ്കിനെ ഏറ്റവും ലോ ലെവലിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള വർക്ക് മെത്തേഡായിരിക്കും. അപ്പോൾ ആ മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുക. ഈ ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആണോ എന്നുള്ളത് നോക്കുക. അപ്പം നമ്മൾ HSE-ക്കാർ ഒരു ഫയൽ സൂക്ഷിക്കണം. അവരുടെ ഫയലിനകത്തും ഈ പെർമിറ്റ് കാര്യങ്ങളെല്ലാം എഴുതി രാവിലെ ഒരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് വെച്ചിരുന്നാൽ മതി. ചെക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാം എളുപ്പമാണ്. ഡേ ടു ഡേ ഡ്യൂട്ടീസ് ചെക്ക് ലിസ്റ്റ്, കമ്മ്യൂട്ടിങ്ങിന്റെ ഓക്കെയാണ്, അവിടെ ഒരു ടിക്കറ്റ്, പെർമിറ്റ് ഓക്കെയാണ്, അതിന്റെ ടിക്കറ്റ്, അസോസിയേറ്റഡ് സർട്ടിഫിക്കറ്റ്സ് ഓക്കെയാണ്, അത് ടിക്കറ്റ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഡ്യൂട്ടിയിലേക്ക് എന്ന് പറയുന്നത് TBT ആണ്, ടൂൾ ബോക്സ് സ്റ്റോക്ക്. ടൂൾ ബോക്സ് സ്റ്റോക്ക് എന്ന് പറയാൻ അന്നത്തെ ജോലി സംബന്ധമായിട്ടും ആ ജോലിയിൽ എടുക്കേണ്ട പ്രിക്കോഷൻസ്, അതായത് സേഫ്റ്റി പ്രിക്കോഷൻസ്, ആ ജോലിയെ സംബന്ധിച്ചുണ്ടാകാൻ സാധ്യതയുള്ള റിസ്കുകളും അതിനു വേണ്ടിയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസും, പിന്നീട് നമ്മൾ ജനറലായിട്ട് എന്തെങ്കിലും ആവശ്യകത ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും TBT കണ്ടക്ട് ചെയ്യേണ്ടത് സൂപ്പർവൈസറോ അല്ലെങ്കിൽ സൂപ്പർവൈസർ അസൈൻ ചെയ്യുന്ന ഫോർമാനോ മറ്റാരെങ്കിലും ആയിരിക്കും. കാര്യം നമ്മളല്ല OT കൊടുക്കുന്ന. അപ്പോൾ ഈ OT കൊടുക്കുന്നതനുസരിച്ച് ഓവർ ടൈം കൊടുക്കുന്ന ആള് OT ഇടുന്നതനുസരിച്ച് അവര് കൂടുതൽ അനുസരിക്കാൻ താല്പര്യപ്പെടുന്നത് സൂപ്പർവൈസറെയാണ്, സേഫ്റ്റിക്കാരനെ അനുസരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ. അപ്പോൾ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ അസിസ്റ്റന്റ് ചെയ്ത് കൂടെ നിൽക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള പോയിന്റുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇൻ കേസ് ചില സൂപ്പർവൈസേഴ്സിന് കറക്റ്റായിട്ട് TBT എടുക്കാൻ പറ്റില്ല, അപ്പം നമ്മൾ ബ്രീഫ് ചെയ്ത് കൊടുക്കണം ആ TBT. അപ്പോൾ വർക്കിനെ കുറിച്ച് നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല, ബിക്കോസ് വി ആർ നോട്ട് ഓതറൈസ്ഡ് ടു സേ സോ. അപ്പോൾ അവര് തന്നെ വർക്കിനെ കുറിച്ച് പറയാം, അതിനകത്ത് റിസ്കിനെ കുറിച്ച് പറയാം, അതിന് എന്തൊക്കെയാണ് മിറ്റിഗേഷൻസ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോൾ TBTയുടെ പാർട്ടോടെ. അപ്പോൾ അത് നമ്മൾ ചെക്ക് ലിസ്റ്റ് ടിക്ക് ചെയ്യുക. പിന്നീട് PPE നമ്മളൊരു ഇൻസ്പെക്ഷൻ, PPE ഇൻസ്പെക്ഷൻ അവിടെ നിന്ന് ഈ TBT കഴിയുമ്പോൾ TBTയിലുള്ള മുഴുവൻ പേര്, ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ പേര് ഇൻക്ലൂഡിങ് സൂപ്പർവൈസർ പേരും സൈനും മേടിക്കണം, ഡേറ്റ് എഴുതി. അതിനായിട്ടൊരു ഫോമാറ്റിൽ ഉള്ള ഒരെണ്ണം വെച്ചിരിക്കണം. നമ്മളൊരു ഫോം നമ്മുടെ ഫയലിൽ കാണണം. ഡെയിലി TBTയിൽ ഇത്ര പേര് പങ്കിട്ട് ഒപ്പിട്ടു. അത് നമുക്കൊരു ലീഗൽ ഡോക്യുമെന്റാണ്. നമ്മൾ അന്നത്തെ ദിവസം ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതിനെ തരണം ചെയ്യാൻ വേണ്ട മിറ്റിഗേഷൻസും കറക്റ്റീവ് മെഷേഴ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അവർ കേട്ടു എന്നുള്ളതിൻ്റെ ഒരു രേഖയായിട്ടാണ് അവർ ഒപ്പിട്ടേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം നമ്മുടെ ഫയലിൽ. അത് നമുക്ക് HSE-ക്ക് വേണ്ടിയുള്ളതാണ്, HSE ഡോക്യുമെന്റ്. അത് കഴിഞ്ഞ് PPE ചെക്ക് ചെയ്യണം. ജനറൽ PPEs ഹെൽമെറ്റ്, ബൂട്ട്, ഹെൽമെറ്റ്, സേഫ്റ്റി ഷൂ, കവറോള്, പിന്നെ ഗോഗിൾസ്, ഗ്ലൗസ്, ജനറൽ PPEs. പിന്നെ ആസ് പെർ ദി റിക്വയർമെന്റ്, ഇഫ് ദർ ഈസ് എനി അതർ സ്പെഷ്യൽ വർക്ക്സ് റിലേറ്റഡ് ടു ദിസ്, ലൈക്ക് വർക്കർ ഹൈറ്റ് അല്ലെങ്കിൽ കൺഫൈൻഡ് സ്പേസ് എൻട്രിയോ, അപ്പോൾ അതിനനുസരിച്ച് അതല്ലെങ്കിൽ ഇപ്പോൾ വെൽഡിങ് ഉണ്ട്, വെൽഡിങ്, കട്ടിങ്, ലൈറ്റിങ്ങിനായിട്ട് അതിൻ്റെതായ PPEs, ഇപ്പം സ്പെഷ്യൽ PPEs, ഓവർ ഹെഡ് വെൽഡിങ് ഒക്കെ ആണെങ്കിൽ ഡബിൾ പ്രൊട്ടക്റ്റിംഗ് ഉള്ള PPEs,
അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണം. ഏപ്രോൺ, ലെതർ, ഗ്ലൗസ് അതുമല്ല. അപ്പോൾ PPE ഇൻസ്പെക്ഷൻ്റെ ചെക്ക് ലിസ്റ്റും വെച്ചിരിക്കണം. PPEs ഇൻസ്പെക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പവർ ടൂൾസ് ആൻഡ് ഹാൻഡ് ടൂൾസ്. പവർ ടൂൾസ് എന്ന് പറയുന്ന ഏതൊരു ടൂളും നമ്മൾ ഏതെങ്കിലും ഒരു പവർ സോഴ്സിനെ ആശ്രയിച്ച് ചെയ്യുന്നതാണ് പവർ ടൂൾസ് എന്ന് പറയുന്നത്. ഹാൻഡ് ടൂൾസ് നമ്മുടെ ഹാമർ, ചിസല് അങ്ങനെയൊക്കെ കൈകൊണ്ട് മാത്രം ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രൈൻഡിങ് മെഷീൻ, കട്ടിങ് മെഷീനൊക്കെ പവർ ടൂളാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അതിൻ്റെ കോഡ്, വയറിങ്, അതിൻ്റെ കളർ കോഡ്, അതിൻ്റെ സീരിയൽ നമ്പർ. കളർ കോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത്ര വരെ വർക്കിംഗ് ഓക്കെയാണ് എന്നുള്ളത്. എന്നാൽ പോലും കളർ കോഡൊക്കെ ചിലപ്പോൾ ഈ പണിക്കാർ അതിപ്പോൾ കംപ്ലൈൻറ്റ് അവരെ ഒപ്പിട്ട് മേടിക്കുന്ന സ്റ്റോർ ചെയ്യുന്നത്. അതിനകത്ത് കംപ്ലൈൻറ്റ് വന്നാൽ അവർ എന്ത് ചെയ്യും? അവരിത് ഇളയ ടേപ്പ് ഇളക്കിയിട്ട് പുതിയ ടേപ്പ് ഒട്ടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഡെഡ് മാൻ സ്വിച്ചൊക്കെ, ഈ ഒട്ടുമിക്ക ഡെഡ് മാൻ സ്വിച്ച് എന്ന് പറയുന്നത് അതിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇത് വർക്കാകും. ഇപ്പോൾ ഗ്രൈൻഡിങ് മെഷീൻ, അപ്പോൾ ആ ഗ്രൈൻഡിങ് അതിൽ നിന്ന് വിരലെടുത്താൽ മെഷീൻ നിൽക്കും. അത് എന്തിനു വേണ്ടിയാണ് ഡെഡ് മാൻ സ്വിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറയാൻ, ഒരു അപകടം ഉണ്ടാകുന്ന സ്ലിപ്പോ ട്രിപ്പോ പാളോ ആയി കഴിഞ്ഞാൽ ആ മെഷീൻ നിൽക്കാൻ വേണ്ടിയാണ്. പക്ഷെ അങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടി ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് എപ്പോഴും ഞെക്കി പിടിച്ചേക്കാൻ വയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ വർക്കോ ഈ പണിക്കാർ സിയായിട്ട് അതിനകത്ത് ചെമ്പ് കമ്പിയൊക്കെ ചുറ്റി ഇങ്ങനെ പ്രസ് ചെയ്ത് തന്നെ വെച്ചേക്കും. അപ്പോൾ പവർ കോഡ് മാത്രം ഊരിയാലേ ഇത് നിൽക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ പവർ ടൂൾസ് ചെക്ക് ചെയ്തു, അതിൻ്റെ ചെക്ക് ലിസ്റ്റ് ഓക്കെ ആക്കി. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അപ്പോഴും തന്നെ റീപ്ലേസ് ചെയ്യേണ്ടതാണെങ്കിൽ അപ്പോഴും തന്നെ കൊടുത്തു വിട്ട് സ്റ്റോറിൽ റീപ്ലേസ് ചെയ്യാൻ പറയാം. അതുമല്ല, സ്റ്റോറുകാരിത് വീണ്ടും നാളെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഡിമോളിഷിങ് വേണ്ടി നമ്മൾ ഇപ്പോൾ കോഡ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതങ്ങ് വർക്ക് ചെയ്യാൻ വയ്യാത്ത രീതിയിൽ ആക്കിയെടുക്കണം. അപ്പോൾ മിക്കവാറും നമ്മൾ ഇപ്പോൾ ഈ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ 2 പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു നമ്മൾ ഉദ്ദേശിക്കണ ഒരു 12-13 മിനിറ്റ് നിൽക്കുന്നില്ല. നീണ്ടുപോയാൽ ബോറുമാകും. ഞാൻ മാക്സിമം സ്പീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് നമ്മൾ ഹാൻഡ് ടൂൾസ് ചെക്ക് ചെയ്യണം. അത് ഇപ്പം എത്രയായി? 6 7ാമതാണെന്ന് തോന്നുന്നു ഹാൻഡ് ടൂൾസ് ചെക്ക് ചെയ്യുന്നത്. ഹാൻഡ് ടൂൾസ് ഈ മഷ്റൂം ഹെഡ് എന്നൊക്കെ പറഞ്ഞ് ചിസലിൻ്റെ ഒക്കെ ബാക്ക് സൈഡൊക്കെ ആടി കൊണ്ട് പരന്ന് പൂണ് പോലെ ആയിരിക്കും. ഹാമറിനും അങ്ങനെ സംഭവിക്കാം. ഹാമറുകൾ തന്നെ ഇഗ്നിഷൻ ചാൻസ് ഉള്ള ഏരിയയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് കൺഫൈൻഡ് സ്പേസിനകത്ത് ഇപ്പോൾ സാധാരണ ഇരുമ്പ് ഹാമർ എടുത്ത് അടിച്ചാൽ തീപ്പൊരി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കോപ്പർ ഹാമറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെ ഫൈബർ ഹാമർ. അപ്പോൾ ഇതൊക്കെ പക്ക കണ്ടീഷനിലാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റും? അതുമൂലം അത് സ്ലിപ്പായും നമ്മൾ ഹാമറിങ് ചെയ്യുന്ന സമയത്ത് വിരലടിയുള്ള, അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ. അപ്പോൾ അത്രയും ഭാഗങ്ങൾ ക്ലിയറായി. അതിനുശേഷം ഈ വർക്ക് ഏരിയ ഇൻസ്പെക്ട് ചെയ്യണം. തീർച്ചയായിട്ടും അതിനൊരു ചെക്ക് ലിസ്റ്റ് വേണം. കാര്യം എന്ന് പറഞ്ഞാൽ വർക്കെന്ന് പറയുന്നത് ഏത് കൺസ്ട്രക്ഷൻ ഫീൽഡായാലും, ഇൻഡസ്ട്രിയൽ ഫീൽഡായാലും, ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡായാലും, ഹൈഡ്രോ കാർബൺ, കൺസ്ട്രക്ഷൻ, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്, എവിടെ ആയാലും ശരി 90% വർക്കും ഹോട്ട് വർക്ക് ആയിരിക്കും. എന്താണ് ഹോട്ട് വർക്ക്? എനി ജോബ് വിച്ച് പ്രൊഡ്യൂസിങ് എ സ്പാർക്ക് ഓർ ആൻ ഇഗ്നിഷൻ സോഴ്സ്, അതാണ് ഹോട്ട് വർക്ക്. ഒരു തീപ്പൊരിക്കോ ഒരു നേക്കഡ് ഫ്ലെയിമിനോ ഒരു ഇഗ്നിഷൻ സോഴ്സിനോ കാരണമാകാവുന്ന ഏതൊരു വർക്കും, അങ്ങനെ നോക്കിയാൽ നമ്മൾ 90% വർക്കുകളും നമുക്ക് ഹോട്ട് വർക്കാണ്. ഒരു 80% കോൾഡ് വർക്ക് വരുന്നുണ്ട്. പെയിന്റിങ്, സ്കഫോൾഡിങ് പോലുള്ളത്. അത് തന്നെ ഇപ്പോൾ പെയിന്റിങ് അല്ലെങ്കിൽ ലിഫ്റ്റിങ്, സ്കഫോൾഡിങ് എന്നൊക്കെ പറയാം, അതെല്ലാം ഹോട്ട് വർക്കിൽ വരും. ഇപ്പോൾ പെയിന്റിങ്ങിൽ കംപ്രസർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഹോട്ട് വർക്കായി. ലിഫ്റ്റിങ് ക്രെയിനാണ് ചെയ്യുന്നത്, ഹോട്ട് വർക്കാണ്. സ്കഫോൾഡിങ് ഓക്കെ കോൾഡ് വർക്ക് ആണെങ്കിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള എക്യുപ്മെന്റ്സ് നമ്മളിപ്പോൾ ഈ പറയുന്നത് പവർ ടൂൾസോ മറ്റോ യൂസ് ചെയ്താൽ ഹോട്ട് വർക്കായി. അപ്പോൾ അതുകൊണ്ട് 90% വർക്കും ഹോട്ട് വർക്ക് തന്നെയാണ്. ഒരു 8% കോൾഡ് വർക്കും 2% റേഡിയോഗ്രാഫിയും പറയാം. റേഡിയോഗ്രാഫി അവിടെ നിൽക്കട്ടെ, നമ്മുടെ എക്സ്റേ ടെസ്റ്റ്, ഗാമ, അതിൻ്റെയൊക്കെ അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ പവർ ടൂൾസ് കഴിയുമ്പോൾ ഹാൻഡ് ടൂൾസ് ചെക്ക് ചെയ്തു. അതും കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഹോട്ട് വർക്ക് പ്രിപ്പറേഷൻസിന് വേണ്ടി ഒരു ചെക്ക് ലിസ്റ്റ് വെച്ചിരിക്കുക.
അതിനനുസരിച്ച് ആ ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് ഇപ്പോൾ ഹോട്ട് വർക്ക് നടക്കുന്ന ഏരിയയിൽ 12:55 ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നിങ്ങൾക്കും ബോറടിക്കരുതല്ലോ. അപ്പോൾ ഹോട്ട് വർക്ക് ഞാൻ പെട്ടെന്ന് പറയുക ഇത് ഈ ദൈനംദിനമുള്ള ഡെയിലി ഉള്ളതങ്ങ് തീരട്ടെ. അപ്പോൾ ഈ ഹോട്ട് വർക്ക് ഏരിയയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ആദ്യം നീറ്റ് ഹൗസ് കീപ്പിംഗ് ആയിരിക്കണം. അത് ഒന്ന്. അപ്പോൾ കമ്പസ്റ്റബിൾസ് മാറ്റുന്നത് തൊട്ട് മാറ്റാൻ അവിടുന്ന് സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റാത്ത കമ്പസ്റ്റബിൾസും മറ്റുമൊക്കെ മാറ്റാൻ വേണ്ടി അത് കവർ ചെയ്യാൻ വേണ്ടി ഫയർ ബ്ലാങ്കറ്റുകൾ മറ്റും വെച്ച് കവർ ചെയ്യണം. അങ്ങനെ തുടങ്ങി ഹോട്ട് വർക്ക് പ്രിപ്പറേഷൻ വേറെ ഉണ്ട്. ഹോട്ട് വർക്ക് പ്രിപ്പറേഷനും സൈറ്റ് പ്രിപ്പറേഷനുമായിട്ട് വേറൊരു പോർഷനായിട്ട് നമ്മൾ ചെയ്യാം. വേറൊരു പാർട്ടായിട്ട് ഹോട്ട് വർക്ക്, കോൾഡ് വർക്ക്, റേഡിയോഗ്രഫി, പിന്നെ അങ്ങനെയുള്ള വർക്കുകളുണ്ട്. പിന്നെ അസോസിയേറ്റഡ് പെർമിറ്റിൻ്റെ വേറെയും ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള യഥാർത്ഥത്തിൽ ദൈനംദിന ഡ്യൂട്ടി. വർക്ക് ഏകദേശം കഴിഞ്ഞു, വൈകുന്നേരമായി. വർക്ക് കഴിയുമ്പോഴത്തേക്ക് പെർമിറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് സൂപ്പർവൈസർ കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് സൈറ്റ് ക്ലോസിങ് സൈൻ ചെയ്ത് തരണം. മൊത്തം ക്ലിയർ ചെയ്ത് സൈറ്റ് മൊത്തം ക്ലിയർ ചെയ്തു. സിലിണ്ടർ അടക്കം മറ്റേ ഗ്യാസ് ബിൽഡിങ്ങിനൊക്കെ ഉള്ള ഹോംസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിലിണ്ടർ അടക്കം എല്ലാം അവിടെ നിന്ന് മാറ്റി എന്നുള്ളതും എല്ലാം നീറ്റ് ആൻഡ് ടൈഡി കണ്ടീഷനിൽ സൈറ്റ് എത്തിച്ചിട്ടുണ്ടെന്നുള്ളതും എല്ലാ കേബിളുകളും മറ്റും എല്ലാം കറക്റ്റായിട്ട് ചുറ്റി വൈൻഡപ്പ് ചെയ്ത് സ്റ്റോർ ഏരിയയിൽ വെച്ചിട്ടുണ്ടെന്നുള്ളതുമായിട്ട് നമ്മൾ സൈറ്റ് ക്ലോസിംഗ് ചാർട്ട് സൂപ്പർവൈസറുടെ കയ്യിൽ നിന്ന് സൈൻ ചെയ്ത് മേടിക്കണം. പിന്നെ പെർമിറ്റ് ക്ലോസ് ചെയ്യുന്നു, അത് സൂപ്പർവൈസർ ചെയ്തോളും. പെർമിറ്റ് ക്ലോസ് ചെയ്ത് അന്നത്തെ വർക്ക് തീരുന്നു. തിരിച്ച് അക്കോമഡേഷൻ ഏരിയയിലേക്കുള്ള കമ്മ്യൂട്ടിങ് അത് ഈ പറയണക്ക് രാവിലെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ പീരിയോഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പീരിയോഡിക്കൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അടുത്ത ഭാഗത്ത് ചെയ്യാം. ഓക്കെ ദെൻ ബൈ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാനിടുന്ന വീഡിയോസ് ഓരോന്നും സീക്വൻസ് തെറ്റാതെ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ ദെൻ, താങ്ക് യു.